അപ്പോൾ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇത്തിരി നമ്മുടെ വീടിന് നമ്മൾ ഇന്നാളെ ഒരു ദിവസം ബാൽക്കണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് അവിടെ ഇത്തിരി കാര്യങ്ങൾ വയ്ക്കാനായിട്ടാണ്. ഇത്തിരി ഡെക്കറേറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ ഇത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടിയിലുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഞാനിതെൻ്റെ വീടിൻ്റെ മുന്നിലുള്ള ഒരു മലയ്ക്ക് കയറി പോവാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഈ ബ്ലോക്ക് വെച്ചിട്ട് കയറിപ്പോട്ടെ. അപ്പോൾ ഗൈസ്, മുകളിൽ നിന്ന് നമ്മൾക്ക് ഹണി ബീന്ന് ഇതെടുക്കണം. നമ്മുടെ തേനുണ്ടല്ലോ, തേന് പകരം ഉണ്ടാവണില്ലേ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നതല്ല, ഒരു മഞ്ഞ സാധനം കണ്ട ഇതെടുക്കാനാണ്. ഇത് നമുക്ക് ഹണി ബീയുടെ കയ്യിൽ നിന്ന് കിട്ടുള്ളൂ. അത് വിചാരിച്ച് ഹണി ബീനെ പോയി കൊല്ലൊന്നും വേണ്ട. അവരുടെ കൂടിന്ന് നമ്മളുടെ ഈ സാധനം എടുത്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിങ്ങനെ കിട്ടും. എനിക്കിപ്പോൾ 5 കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ എൻ്റെ റസ്റ്റ് ചില്ലിങ് ഏരിയയിൽ വെച്ച ഒരു ഫയർ ക്യാന് അങ്ങനെയൊക്കെ പറയില്ലേ, അതതിൻ്റെ താഴത്ത് വെച്ചിട്ട് വേണം ഇന്ന് ഇങ്ങനെ ചെയ്യാൻ. ഇല്ലെങ്കിൽ കണ്ട ഇതേപോലെ കുത്തുകൊണ്ട് നമ്മൾ ചാവും. ഇനി ഓക്കെ ഗൈസ്, നമ്മൾ ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന ഹണി ബീയുടെ കൂടുണ്ടല്ലോ, അതിൻ്റെ താഴത്ത് ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി, കാണാൻ പറ്റും ഞാൻ വെച്ചത്. അങ്ങനെ വെച്ചിട്ട് വേണമായിരുന്നു ഇങ്ങനെ ചെയ്യാൻ. ഇല്ലെങ്കിൽ ഞാൻ ഹണി ബീയുടെ കുത്ത് കൊണ്ടത് കണ്ട അതേപോലെ കുത്ത് കൊള്ളേണ്ടി വരും. പിന്നെ നല്ല ഹെൽത്തും പോയി ഗൈസ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ബീഹേവ് ഉണ്ടാക്കിയെടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ തേനീച്ചയുടെ കൂടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് വെച്ചാൽ അവർ ഇതിക്കും കൂടി തേന് കൊണ്ടുവരും. ഞാനിത് ഇത്തിരി മെഴുകുതിരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം ഗൈസ്. ഇനി നമുക്ക് ഇവിടെ 2 വയ്ക്കാം. ഓക്കെ, ഇനി അവിടെ തന്നെ 1 കൂടിയും വെച്ചിട്ടുണ്ട്. ഇനി ഇത് കത്തിക്കണം ഗൈസ്. കത്തിക്കുന്നതാണ് പേടി. നമ്മളുടെ മുകളിലത്തെ ഫ്ലോറ് മൊത്തം വുഡാണ്. ഒന്നങ്ങനെ തെറ്റിപ്പോയാൽ എല്ലാം കത്തിപ്പോവും. പതുക്കെ തന്നെ വേണം ചെയ്യാൻ. അത് ഞാൻ കയ്യിൽ നിന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. കത്തി ഗൈസ്, ഞാൻ പേടിച്ചു പോയി. വീട് കത്തി ഗൈസ്, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വെള്ളം എടുത്ത് കൊണ്ടുവരുമ്പോഴേക്ക് വീട് മൊത്തം കത്തിയിട്ടുണ്ടാവും. പിന്നെ നമ്മളുടെ താഴത്തൊക്കെ വുഡ് കൊണ്ടല്ല, നമ്മൾ ഒരു തരം ബിൽഡിംഗ് ബ്ലോക്ക് കൊണ്ടാണ് ചെയ്തേക്കുന്നത്. ആ ബ്ലോക്ക് നമ്മൾക്ക് സ്റ്റോൺ കൊണ്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്റ്റോണൊന്നും കത്തില്ല ഗൈസ്. ഇങ്ങനെ പ്ലാങ്ക് വുഡൊക്കെ കത്തുള്ളൂ, അല്ലാണ്ട് സ്റ്റോൺ കത്തില്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാനിത്തിരി ടൂൾസ് ഉണ്ടാക്കുന്നുണ്ട്. ഗൈസ്, ഞാനിത്തിരി സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ടൂൾസ് അല്ല നമ്മളുടെ, അത് നിങ്ങൾക്ക് ഞാൻ ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. ഞാനിത്തിരി വുഡ് പ്ലാങ്ക് എടുക്കുന്നുണ്ട് ഗൈസ്. ആ ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് നമുക്ക് ഇത്തിരി ഉണ്ടാക്കണ്ടായിരുന്നു ഗൈസ്. ഞാൻ മറന്നുപോയി ഉണ്ടാക്കണ്ടെന്ന്. എപ്പോഴും മറവിയാണ്. ഞാൻ ഇതും കൂടി എടുക്കാം. ഓക്കെ, ഇനി ഞാൻ എല്ലാം കൃത്യമായിട്ട് ചെയ്യും. ഇനി നമുക്ക് ഇവിടെ ഇത് വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് നമുക്ക് ഈ ക്യാൻ ഫയർ, ഇതാണ് ഞാൻ പറഞ്ഞത് ക്യാൻ ഫയർ എന്ന്. ഇത് എൻ്റെ താഴത്ത് വെച്ചിട്ട് ഇങ്ങനെ താഴത്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അവർ കുത്തിയില്ല. ഞാനത് താഴത്ത് വെച്ചില്ല. ഇനി ആരും കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനത്തെ ട്രാപ്പ് ഡോർ വയ്ക്കാം. ഈ ട്രാപ്പ് ഡോറിൽ ചെറിയ ഹോളുണ്ട്. അത് പിന്നെ കുഴപ്പമില്ല. നമുക്കിത് പൊട്ടിച്ചെടുക്കാം നമ്മുടെ കയ്യിലോട്ട്. ഓക്കെ ഗൈസ്, പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക്
ഓക്കെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മുകളിലും കൂടി വയ്ക്കാം. ഓക്കെ ഇത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്തിച്ചാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോയിട്ട് നമുക്ക് ഇത്തിരി കാര്യങ്ങൾ ഇത്തിരി പൂവ് ഇടന്ന് പറിച്ചെടുക്കണം. അതെന്തിനാന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഇത്തിരി പൂവൊക്കെ പറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഹണി ബീന് കൊടുക്കണം എന്നാണ് തോന്നുന്നത്. കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം, പക്ഷെ ആ ഹണി ബീനെ ഒന്നും കാണാനില്ല ഗൈസ്. ഇപ്പോൾ എല്ലാവരുടെയും ഹണി ബീ ഉണ്ടെങ്കിൽ അതിന് കൊടുക്കായിരുന്നു. അതേ വരുന്നുണ്ട് ഗൈസ്. ഇനി ഇത് ഇത്തിരി കൊടുക്കാം. ഞാൻ കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇതെന്താ കൊടുക്കാൻ പറ്റില്ലേ? ഒറ്റ ഹണി ബീ ഉണ്ടെങ്കിൽ അതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. 2 ഹണി ബീ ഉണ്ടെങ്കിൽ അതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ആ ഹണി ബീനെയാണ് നോക്കുന്നത്. 2 ഹണി ബീ. ഓക്കെ ഗൈസ് 3 ഹണി ബീ വന്നിട്ടുണ്ട്. ഇനി ഇവരെ ബ്രീഡ് ചെയ്യിപ്പിക്കാം. ഓക്കെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഇതിനും കൂടിയും കൊടുക്കാം. ഓക്കെ ഗൈസ് കുഞ്ഞിതോ അതേ പോണ് ഗൈസ്. കുഞ്ഞിത് എന്തിന് ചെറുതാ? അത്രയ്ക്ക് ചെറുതൊന്നുമല്ല, നല്ല വലിപ്പമൊക്കെ ഉണ്ട്. നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാൻ. രാത്രി ആയിട്ടുണ്ട് വീട്ടിലേക്ക്. ഇനി നമ്മൾ ഇവിടെ ആടിനെ പിടിച്ചിടാൻ, ആടിനെയും കവ്വിനെയൊക്കെ കവ്വല്ല ഗൈസ്, നമ്മൾ ഷീപ്പിനെ പിടിച്ചിടാൻ ഇങ്ങനെ നമുക്ക് വൂൾ ഉണ്ടാക്കാൻ പറ്റും. വൂൾ കൊണ്ട് നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ കവ്വാണെങ്കിൽ നമുക്ക് ലെതറും കിട്ടും, അതിൻ്റെ മീറ്റും കിട്ടും. ഷീപ്പാണെങ്കിൽ മീറ്റ് കിട്ടും, പക്ഷെ അതിൻ്റെ കൂടെ വൂൾ എനിക്കിപ്പോൾ അത്രയ്ക്ക് ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഷീപ്പിനെ കൊണ്ടുവന്നിടാം. ഇപ്പം ഞാൻ ഇതിൽ എന്തിച്ചിന് ഇടണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഇതിനെ ഷീപ്പാണ് ഇതിൽ ഞാൻ കൊണ്ടുവന്ന് ഇടാൻ പോകുന്നത്. കവ്വിനെ കൊണ്ടുവന്ന് ഇടണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഷീപ്പിനെ ഇവിടുന്ന് വലിച്ചുകൊണ്ട് കൊണ്ടുപോകാം. ഷീപ്പാകുമ്പോൾ നമുക്ക് കുറേ വൂള് കിട്ടും. ഇനി ഇതിനെ കെട്ടിയിടണം ഇവിടെ എവിടെയെങ്കിലും. ഓക്കെ ഞാൻ കെട്ടിയിടുന്നില്ല. ഇവരിവിടുത്തെ ഇങ്ങനെ കറങ്ങി നടന്നോട്ടെ. പിന്നെ ഇവരെ ബ്രീഡ് പിച്ച് കുറേ ആക്കണം ഗൈസ്. അപ്പം പിന്നെ കുറേ ഇപ്പം നമ്മൾ ഒരു ഷീപ്പിനെ പിടിച്ചിട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഇവിടെ കാർപ്പറ്റ് വയ്ക്കാം. കാർപ്പറ്റ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കയറി പോകാം പുറത്തുനിന്ന് അകത്തുനിന്നു. പക്ഷെ ഷീപ്പിന് കയറി വരാൻ പറ്റില്ല. ഷീപ്പിനും കയറി വരാൻ പറ്റില്ല, കവ്വിനൊന്നും. ഇനി നമുക്ക് ഈ ഷീപ്പിനൊക്കെ ഒന്ന് കൊണ്ടുപോവാം. ഇവിടെ ഞാൻ സാൻഡ് വെച്ചിട്ടുണ്ട്. ഞാൻ വേൾഡിൽ കയറിയുള്ളൂ, അപ്പോഴേക്ക് മഴ തുടങ്ങി. എൻ്റെ വേൾഡിൽ എപ്പോഴും മഴ, എപ്പോഴല്ല ഗൈസ്, ഞാൻ കളിക്കുമ്പോഴൊക്കെ മഴയാണ്. ഇനി ഇവരെ ബ്രീഡ് ചെയ്യിപ്പിക്കാം. ഓക്കെ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. ഇനി ആ കുഞ്ഞ് വലുതായിക്കോളും. അപ്പം നമുക്ക് 4 എണ്ണം. ഞാനിവിടെ വല്ല ഷീപ്പുണ്ടോ നോക്കട്ടെ. അപ്പം അതിനും കൂടിയും കൊണ്ടുവരാം. എന്ത് മഴയാണ് ഗൈസ്, ഒന്നും കാണുന്നും കൂടിയില്ല. ഇപ്പം കാണുന്നുണ്ട്. ഇനി വല്ലോട് ഷീപ്പുണ്ടോ? അപ്പോൾ ഗൈസ് നമുക്ക് ഈ സാൻഡ് പൊട്ടിച്ച് കളയാം. ഇപ്പം നമുക്ക് ഇത്ര മതി. ഇനി നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിച്ച് കുറേ ആക്കാം. ഇനി നമുക്ക് ഉള്ളിൽ കയറിയിട്ട് സാൻഡ് ഒന്ന് ഫർണസിൽ വയ്ക്കാം. അപ്പം നമുക്ക് ഗ്ലാസ് കിട്ടും. ഗ്ലാസ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ അല്ല, നമുക്ക് യൂസ് ആവുമല്ലോ. ഇപ്പം എൻ്റെ കയ്യിൽ 10 ഗ്ലാസ്സൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റോൺ ഇവിടെ വയ്ക്കണം. ഇനി നമുക്ക് ഈ വീച്ച് ഇതിൽ വെക്കേണ്ട. ഈ സ്റ്റെയർ എടുത്തിട്ട് നമുക്കിവിടെ ഇത്തിരി നമുക്കിത്തിരി പ്ലാങ്ക് എടുക്കണം. ഓക്കെ ഞാൻ പ്ലാങ്ക് എടുത്തിട്ടുണ്ട്. ഇനി ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്ക് ഉണ്ടാക്കണം. ഓക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റിക്ക് 4 എണ്ണം ഉണ്ടാക്കിയിട്ട് ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ ചെസ്റ്റിൽ നിന്ന് ഒരു പിക്കാസ് എടുത്തിട്ടുണ്ട്. പിക്കാസ് കൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് കുഴിക്കണം ഗൈസ്. ഇവിടെയാണ് നമ്മളുടെ ആടുള്ള ഏരിയ. ഇവിടെ നമുക്ക് ഗ്ലാസ് വയ്ക്കാം. അപ്പം നമുക്ക് പുറത്തുള്ള ആടിനെയും കാണാം,
പിന്നിലുള്ള ലാവയും കാണാൻ പറ്റും. ലാവ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഷീപ്പിനെ കാണാനാണ് വന്നത്. പിന്നെ ഷീപ്പിനെ സോംബി കൊല്ലുമെന്നൊന്നും എനിക്കറിയില്ല. അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇവിടെ സോംബി ഉണ്ടെന്നാണ് പറയണത്. നമുക്ക് ഈ ബെഡ് പൊട്ടിച്ചിട്ട് ഇവിടെ വെച്ച് കിടന്നുറങ്ങാം. അപ്പോൾ പിന്നെ അവിടെ സോംബി ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ കിടന്നുറങ്ങി രാവിലെ ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. ഇരിക്കാനുള്ള പോലെ നമുക്ക് ഇത്തിരി രാത്രി ആകുമ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് സൂര്യനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മെഴുകുതിരിയും വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ക്രീപ്പറുണ്ട് അവിടെ. അത് പിന്നെ കുഴപ്പമില്ല, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഞാൻ അതിനെ കൊന്നുകൊണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇത് ഇവിടെയും കൂടി. ഓക്കെ, ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിൽ കിടക്കാം. ഇനി നമുക്ക് വേറെ ചെയറും കൂടി സെറ്റ് ചെയ്യണം. ചെയർ സെറ്റ് ചെയ്യാനുള്ളതില്ല. അപ്പോഴേക്ക് നമുക്ക് അടുത്ത കാര്യത്തിൻ്റെ പണി നോക്കാം. ഇത്തിരി കൂടി വേണമല്ലോ, എന്തിച്ചാ വേണ്ടത് നോക്കട്ടെ. ഇത് ഇത്തിരി എടുത്ത് അവിടെ വയ്ക്കാം. എന്നിട്ട് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഇതെടുത്ത് കൊണ്ടുപോയിട്ട് നമ്മളുടെ ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇവിടെ നിന്ന് എടുത്ത് മാറ്റാം ഗൈസ്. എന്നിട്ട് ഇത്തിരി കൂടി നീക്കിയ വെല്ലോടി വയ്ക്കാം. ഓക്കെ, നീക്കിയിട്ട് നമുക്ക് ഓക്കെ ഇവിടെ വയ്ക്കാം. ഇവിടെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി വലുതായ പോലെ തോന്നുന്നുണ്ട്. അയ്യോ, ഇത് ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെ വയ്ക്കുക. ഞാൻ ടേബിളാണ് ഉദ്ദേശിച്ചത്. ഇത് നമ്മൾ പ്ലാങ്ക് വയ്ക്കുമ്പോൾ ഇത്തിരി വലുതായ പോലെ. എന്തായാലും വേറെ വല്ലതുണ്ടോ നോക്കട്ടെ അവിടെ വയ്ക്കാൻ. ഗൈസ്, ഞാൻ കുറേ നോക്കി. നമുക്ക് ഇവിടെ വുഡ് വെച്ചിട്ട് അങ്ങനെ വയ്ക്കാം. ഓക്കെ, വുഡ് വയ്ക്കുമ്പോൾ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. അവിടെ ഞാനൊരു വാട്ടർ മെലനും വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഇരുന്നിട്ട് നമുക്ക് അങ്ങനെ ഫുഡ് കഴിക്കാം. നമുക്ക് ആ വാട്ടർ മെലൻ കയ്യിലോട്ട് എടുത്തിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മൾ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.